ജ്യോതിഷത്തിൽ മുഹൂർത്തം വിധിക്കാറുണ്ട്. എന്താണ് ഈ മുഹൂർത്തങ്ങളുടെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും? നമുക്ക് നേരത്തെ പറഞ്ഞ വൈദിക കാലഘട്ടം എല്ലാ അനുഷ്ഠാനങ്ങൾക്കും മുഹൂർത്തം വിധിക്കുന്നുണ്ട്. ഈ മുഹൂർത്തത്തിൻ്റെ സവിശേഷത എന്താണ്? പുരാതന കാലത്തെ ജ്യോതിഷത്തിൽ മുഹൂർത്ത പദവി, മുഹൂർത്ത മാധവീയം, കാർത്തികം എന്നീ ഗ്രന്ഥങ്ങളിലാണ് ഓരോ കാലഘട്ടത്തെയും ഓരോ സമയത്തെയും മുഹൂർത്തങ്ങൾ ഗണിച്ചെടുക്കുന്നത്. ഈ മുഹൂർത്തങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും മുഹൂർത്തങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഈ മുഹൂർത്തത്തിലൊരു ശുഭകർമ്മങ്ങൾ ചെയ്താൽ ആ ഉദ്ദേശിക്കുന്ന ഫലത്തിന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവും, ഫലത്തിന് ഗുണാധിക്യവും ഉണ്ടാവും. അതാണ് മുഹൂർത്തത്തിൻ്റെ ശക്തി. ഒരു ഉദാഹരണം പറയാം. രാമായണത്തിലെ ഒരു മുഹൂർത്തത്തിനെ പറ്റി ഒരു ഭാഗത്ത് ചെറിയൊരു ഒരു സംവാദം ഉണ്ടായിട്ടുണ്ട്. അതായത് ഉണ്ടായതെന്ന് വെച്ചാൽ സീതാപഹരണം നടന്ന ഒരു സമയത്ത് ജടായു എന്ന പക്ഷിയെ ശ്രീരാമൻ കണ്ടുമുട്ടുകയാണ്. സീതയെ അന്വേഷിച്ച് എവിടെയും കാണാതെ വിഷമിച്ച് ശ്രീരാമലക്ഷ്മണാദികൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജടായു എന്ന പക്ഷി ചിറകൊടിഞ്ഞ് ഒരു വനത്തിലൊരു ഭാഗത്ത് കിടക്കുന്നു. ആ സമയത്ത് ശ്രീരാമനോട് എത്തുകയാണ്. അപ്പോൾ ജടായു ശ്രീരാമനോട് പറയുകയാണ്, ഞാൻ ഈ രാവണൻ എന്ന അസുരൻ സീതയെ തട്ടിക്കൊണ്ട് ഞാൻ കാണാനിടയായി. ഞാൻ അത് മാർഗമധ്യത്തിൽ അതിനെ തടുത്തു. രാവണൻ എന്നെ ആക്രമിച്ചു, എൻ്റെ ചിറകുകളെല്ലാം എരിഞ്ഞു. ഞാനിപ്പോൾ ഭൂമിയിൽ ഒരു മൃതപ്രായനായി കിടക്കുകയാണ്. എങ്കിലും ശ്രീരാമദേവൻ വിഷമിക്കേണ്ട. ഈ രാമൻ സീതയെ അപഹരിച്ച സമയം വിന്ദം എന്നൊരു ഒരു മുഹൂർത്തമാണ്. ഈ സമയത്താണ് സീതയെ അപഹരിച്ചിട്ടുള്ളത്. ഈ വിന്ദം എന്ന മുഹൂർത്തത്തിൻ്റെ ശക്തിയെ പറ്റി ചിന്തിക്കാതെയാണ് രാവണൻ ആ സമയത്ത് സീതാപഹരണത്തിന് തിരഞ്ഞെടുത്തതും ആ സമയം സീതാപഹരണം നടന്നതും. വിന്ദം എന്ന മുഹൂർത്തത്തിൻ്റെ വിശേഷഫലം എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട വസ്തു അതിൻ്റെ ഉടമസ്ഥന് തിരികെ ലഭിക്കുമെന്നാണ് ആ മുഹൂർത്തത്തിൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഈ അങ്ങയുടെ പത്നിയെ നിശ്ചയമായും തിരികെ ലഭിക്കും. അത് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് അങ്ങ് അതിൽ വിഷമിക്കരുത് എന്ന് ശ്രീരാമനെ ജടായു സമാശ്വസിപ്പിക്കുകയാണ്. രാമായണത്തിലെ ഈ ഭാഗം ആ കാലഘട്ടത്തിൽ മുഹൂർത്തം എങ്ങനെയൊക്കെ ഏതൊക്കെ